വെൽക്കം ടു റോഷൻ ഡയറീസ്. ഇന്ന് നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ. മറ്റൊന്നുമല്ല, നമുക്കിപ്പോൾ ഏകദേശം 20,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് യൂട്യൂബിൽ. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 36,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. നിങ്ങളെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇത്ര അധികം സബ്സ്ക്രൈബറും ഫോളോവേഴ്സും ഒക്കെ ആയിട്ടുള്ളത്. അത് നിങ്ങളോട് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അതിലുപരി എല്ലാവരും എന്നോട് ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, എത്ര രൂപ മാസം കിട്ടുന്നുണ്ട്, എത്ര ലക്ഷം മന്ത്ലി കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് എല്ലാവരും ഡൗട്ട് കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങളെ മുമ്പിൽ വരുത്താമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഞാനിപ്പോൾ അത്യാവശ്യം ക്യാഷ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ടാണ് കൂടുതൽ പോയിട്ടുണ്ടാവുക, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും. അതുപോലെ നമ്മൾ റിസോർട്ട് വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, ഫുഡ് വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയും കൂടി ഉണ്ട്. അതായത് 20,000 ഒക്കെ ആയല്ലോ നമുക്കിപ്പോൾ. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് 5 പൈസ കിട്ടൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതിപ്പോൾ 1 മില്യൺ ഫോളോവർ ആയിട്ടും കാര്യം ഉണ്ടാവില്ല, അത് 100 മില്യൺ ആയിട്ടും കാര്യമില്ല. വീഡിയോ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു 1 മില്യൺ വ്യൂസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഇന്ത്യയിൽ ആർക്കും കാശ് കൊടുക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ക്യാഷ് കൊടുക്കുന്നത് ആരാ? നമ്മുടെ യൂട്യൂബ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് നമുക്ക് എത്ര രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെന്നുള്ള. ഇൻസ്റ്റാഗ്രാം തരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ മറ്റൊരു കാര്യം കേട്ടോ, ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ മറ്റു പല മാർഗങ്ങളും നമുക്കതിലൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ, യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ 20,000 സബ്സ്ക്രൈബർ ആയല്ലോ എനിക്ക്, അപ്പോൾ എത്ര രൂപ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ ഏകദേശം മന്ത്ലി വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോണിറ്റൈസേഷന് പോലും ആയിട്ടില്ല. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മോണിറ്റൈസേഷൻ ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,000 വാച്ച് അവർ എന്നുള്ളൊരു കടമുണ്ട്. ഞാൻ കൂടുതൽ ഷോർട്സ് ആണ് ഇടുന്നത്. ഒന്നെങ്കിൽ നമുക്ക് 90 ദിവസം ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ഷോർട്സ് 10 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ, 10 മില്യൺ അതിൽ വ്യൂ കണ്ടിട്ട് കാര്യമില്ല, അതിൽ എൻഗേജിങ് ഉണ്ടായിരിക്കണം. വ്യൂസും എൻഗേജിങ് രണ്ടായിട്ടാണ് വിൽക്കുക. എന്നാൽ മാത്രം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ നമുക്ക് 3 മില്യൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 500 സബ്സ്ക്രൈബർ ഉണ്ടായാൽ മതി അങ്ങനെ വരുമ്പോൾ. പക്ഷേ അതിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബറും അതേപോലെ തന്നെ ഒരു 4,000 വാച്ച് അവർ ആവണം. എനിക്കിപ്പോൾ എത്ര വാച്ച് അവർ ആയിട്ടുണ്ടെന്ന് അറിയോ? 800 വാച്ച് അവർ ആയിട്ടുള്ളൂ, ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ട്. പൊതുവേ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ആൾക്കാർക്ക് എന്താ പറയുക, ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ട് വാച്ച് അവർ ആവാത്തത്. സാധാരണ ആളുകൾ 1000 സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ 2000 സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് തന്നെ ഏകദേശമൊക്കെ അവർക്ക് എന്തായിട്ടുണ്ടായിരിക്കും, വാച്ച് അവർ ഫിനിഷ് ആയിട്ടുണ്ടാവും, മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാവും. എനിക്കായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ വീഡിയോസ് ഇടാറില്ല പൊതുവേ. ഇനി കുറേ വലിയ വീഡിയോസ് വരാൻ പോകുന്നുണ്ട്, വലിയ വീഡിയോസിൽ ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വരുമാനം എന്ന് പറയാൻ പറ്റുള്ളൂ. അതും മാത്രമല്ല, വരുമാനത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആയി എന്ന് കരുതാം. നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് കിട്ടണമെന്നില്ല, റവന്യൂ കിട്ടണമെന്നില്ല. കാരണം ആ വീഡിയോ നല്ല പോലെ റീച്ച് എത്തുകയും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല പോലെ അഡ്വർടൈസ്മെൻറ്റ് വരികയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ. പൊതുവേ നമ്മൾ മറ്റുള്ളവരെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ഇത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടല്ലേ, എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ഇത് സത്യത്തിൽ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കണ്ടന്റ് എന്ന് പറയില്ല. ഈ കണ്ടന്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് തോന്നിയ പോലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇന്ന് ആളുകൾ വീഡിയോ കാണാനിരിക്കുള്ളൂ. അതായത് നമ്മൾ റീൽസ് ഇടുന്നത് പോലെ ചെറിയ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും കിട്ടും എന്നതുപോലെ അല്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ചില സമയങ്ങളിൽ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 80,000 വ്യൂസ് ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ 4,000 വ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ 20,000 ഉണ്ടായിരിക്കും, 30,000 ഉണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത്രയും വ്യൂസ് ഷോർട്സിന് കിട്ടുന്ന സമയത്ത് നേരെ യൂട്യൂബ് ലാൻഡ്സ്കേപ്പ് വീഡിയോയിലേക്ക് ഫുൾ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് എത്ര ആയിരിക്കും എന്നറിയും? ചിലപ്പോൾ ഒരു 30 വ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ അത് 100 ആയിരിക്കും, ചില സാധനം 5,000 കയറിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു 6,000 ആയിട്ടുണ്ടായിരിക്കും എന്നതുപോലെ തന്നെ. അപ്പോൾ കോണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് എന്തിന് താല്പര്യമില്ല,
വലിയ വീഡിയോസ് കണ്ടിരിക്കാൻ വലിയ താല്പര്യം എല്ലാവർക്കും റീൽസിൻ്റെ ഉള്ളിലാണ്. ചെറിയ ഷോർട്ട് വീഡിയോ കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രോബ്ലം, ആളുകൾക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിച്ചു നീട്ടി വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും അത് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളൊരു വ്ളോഗിങ് മേഖലയ്ക്ക് വരുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം ട്രാവലാണെന്ന് വിചാരിക്കുക. ട്രാവൽ ആകുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഒന്ന് ഫ്യൂൾ എക്സ്പെൻസ്, രണ്ട് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് പോകും. ഫുഡിൻ്റെ എക്സ്പെൻസ്, അതേപോലെ തന്നെയാണ് താമസിക്കുന്ന എക്സ്പെൻസ്. എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതിന് നമ്മളൊരു എക്സ്പെൻസ് കണ്ടെത്തണം. നമ്മൾ റിസോർട്ട് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റിസോർട്ടിനൊക്കെ ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രൊമോഷൻ കാര്യങ്ങൾക്കൊക്കെ പോകും. അപ്പോൾ നമുക്ക് അവിടെ ഫ്രീ സ്റ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അല്ലാത്ത കേസുകളിലൊക്കെ നമ്മൾ കയ്യിൽ നിർത്തിട്ട് വേണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ കഷ്ടപ്പാടുണ്ട്. ഫുഡിനാണെങ്കിൽ ഫുഡിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പർച്ചേസിങ് ചെയ്യേണ്ടതായിട്ട് വരും. ചില വീഡിയോസ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ നമ്മൾ പലതും ബൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കോപ്പിറൈറ്റിൻ്റെ കാര്യം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കൊടുക്കുന്ന മ്യൂസിക്, നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഒക്കെ വന്നത് കാരണം AI വെച്ചിട്ടൊക്കെ കുറേ മ്യൂസിക്കൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ മൂവി സോങ്സോ ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ ആയിട്ടും നമുക്ക് ഇടാൻ പറ്റില്ല. അഥവാ നല്ലൊരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് നമ്മളിത് ചെയ്ത് കഴിയുന്ന സമയത്തായിരിക്കും ലാസ്റ്റ് ചിലപ്പോൾ ആ സമയത്തൊന്നും കോപ്പിറൈറ്റ് കാണിക്കില്ല. ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ ഇട്ടിട്ടൊരു 4 മണിക്കൂറോ 3 മണിക്കൂറിൻ്റെ ഉള്ളിലോ, ചിലത് ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് കിട്ടില്ല, വാച്ച് ഓവറായിട്ട് കാര്യങ്ങളായിട്ടൊന്നും കിട്ടില്ല. അത് കോപ്പിറൈറ്റ് ആയിട്ട് പോകും. നമുക്കത് ചില കേസുകളിൽ ആ ഒരു മ്യൂസിക്കിനെ അവരെന്ത് ചെയ്യും, അതിൻ്റെ പാർഷ്യലായിട്ടുള്ള എമൗണ്ട് കൊടുത്താൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടൊക്കെ നമുക്കിത് വരാറുണ്ട്. പക്ഷെ അപ്പോൾ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ, ഇതൊക്കെ വലിയ ചിലവാണ്. ചില ആളുകൾ ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തിനാണെങ്കിലും നമുക്കിപ്പോൾ മൈക്ക് വരുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. മെല്ലനെ ഒരേ സാധനങ്ങൾ നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് എവിടെ എത്താത്ത പോലെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ക്യാമറയിലേക്ക് മാറും. ക്യാമറ കഴിയുമ്പോൾ ട്രൈപോഡ്, അതുപോലെ ഗിംബിള്, ലൈറ്റ്, മൈക്ക്, ഇങ്ങനെ ഒരുപാട് നീണ്ട ക്യൂ എടുക്കുന്നുണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ആളുകൾ പ്രതീക്ഷിച്ച് വാങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഫ്യൂച്ചർ കണ്ടിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഇപ്പം ഞാൻ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടോ, ഇതിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണത് എനിക്കൊരു പാഷൻ ഉള്ളത് കൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ ആരും എന്തിൻ്റെ ഉള്ളിൽ നിൽക്കില്ല, ഇട്ടെറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുക. ചില ആളുകൾക്ക് ലെക്കാണ്, പ്രതീക്ഷിക്കാതെ അവരെ വീഡിയോ പെട്ടെന്ന് ഹൈപ്പ് കിട്ടാറുണ്ട്. അത് ചിലപ്പോൾ അവർ ഒരുപാട് കാലം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻ്റേതായിട്ടുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എന്താ പറയുക ഡയറക്റ്റ് വ്ളോഗിങ് കാറ്റഗറിയിലേക്കൊന്നും വരാൻ നിൽക്കരുത്. അതായത് നിങ്ങൾക്കൊരു ജോബ് ഉണ്ടെങ്കിൽ ഇതൊരു പാഷനായിട്ട്, അതായത് വരുമാനം പ്രതീക്ഷിച്ച് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു ജോബുണ്ട്, ആ ജോബിന് പുറമെ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോസ്. എന്നാൽ മാത്രമേ ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത്രയും ഉറപ്പായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയ എന്തുണ്ടായിരിക്കും, സബ്സ്ക്രൈബറും അത്രയും വലിയ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെല്ലനെ ജോബൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഒരേപോലെ യൂട്യൂബ് നമുക്ക് വരുമാനം തരണമെന്നില്ല. അപ്പോൾ ഇതിന് ഉപരി നമ്മൾ എപ്പോഴും സൈഡായിട്ട് നമുക്ക് മറ്റൊരു ബിസിനസ് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അല്ലാതെ ഇന്നത്തെ കാലത്ത് യൂട്യൂബിനെ നമ്പിയിട്ടൊന്നും ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, എന്നതുപോലെ തന്നെ അടുത്തൊരു പാർട്ട് എഡിറ്റിംഗ് എന്നുള്ളത്. എഡിറ്റിംഗ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. യൂട്യൂബ് വീഡിയോസിനൊന്നും ചില കാര്യങ്ങൾക്കൊന്നും ഹെവി ആയിട്ട് എഡിറ്റിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷേ നമ്മളിപ്പോൾ റിസോർട്ട് വ്ളോഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് അറിയുമോ, സമയമാണ്. ടൈം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടും കോണ്ടന്റിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് ടൈം കളഞ്ഞിട്ടുണ്ടാവും. വീഡിയോ എടുക്കാൻ കുറേ ടൈം കളഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരുപാട് ടേക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എഡിറ്റിങ്ങിന് പോകുന്ന സമയം എഡിറ്റിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഇരിക്കും. നമുക്ക് ഒരുപാട് നേരം ഒരു കാര്യം തന്നെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചില ബോറിംഗ് ഒക്കെ ഉണ്ടായിരിക്കും, അതവിടെ ഇടും. നമ്മൾ വേറെ എന്തെങ്കിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ മൂഡ് ശരിയാവണമെന്നുണ്ടാവില്ല, വീണ്ടും വന്നിരിക്കും. അങ്ങനെ പല സമയങ്ങളിലായിട്ടുണ്ട്. നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇതൊക്കെ നമുക്കൊരു നോർമൽ ഒരു വേൾഡായിട്ട് മാറും. അതുവരെ നമ്മൾ ഇതിനുള്ളിൽ അത്യാവശ്യം എഫേർട്ട് ഇടേണ്ടി വരും. എഫേർട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ എവിടെ എത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.